ഇപ്രാവശ്യത്തെ ഞങ്ങളെ ന്യൂ ഇയർ നൈറ്റ് ഒരു ബ്ലോക്കിലോ ഒരു ആൾക്കൂട്ടത്തിലോ ഒന്നും പെടാതെ വീട്ടിലിരുന്ന് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഗവേഷണമായിരുന്നു കേട്ടോ. പതിവില് വിപരീതമായിട്ട് നേരത്തെ എത്തിയ കെട്ടിയവനുണ്ട് നമ്മുടെ കൂടെ. ന്യൂ ഇയർ നൈറ്റ് ഞങ്ങൾ ചെറുതായിട്ടൊരു മൂവി നൈറ്റും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സിൽ എക്കോ മൂവി റിലീസായിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ തോന്നിയൊരു ഐഡിയയാണ്. ഞങ്ങൾ ഡൊമിനോസിൽ നിന്ന് അത്യാവശ്യം വലിയൊരു സെലിബ്രേഷൻ പാക്കറ്റ് പിസ്സ തന്നെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് വെച്ച് ഞങ്ങൾ കുറച്ച് പ്ലാറ്റേഴ്സും ജ്യൂസസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂം ഒന്ന് ഡാർക്കാക്കി എടുക്കാം. എങ്ങനെയുണ്ട് ഇതാക്കണ്ടുള്ളൂ. അപ്പോൾ അടിപൊളിയല്ലേ? ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാം. ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തതാണ്. പക്ഷേ ഫുഡ് കഴിക്കാൻ നമുക്ക് ലൈറ്റ് വേണം. അപ്പോൾ ഞങ്ങൾ ജ്യൂസും ഈ പിസ്സയും ഒക്കെ ആക്രാന്തം മൂത്ത് കഴിച്ച് ആ സിനിമ എക്കോ മൂവിയും കണ്ട് തീർത്തിട്ട് ഇനിയുണ്ട് ഒരു ½ അവർ ബാക്കി നമ്മുടെ ന്യൂ ഇയറിന്. ആ ടൈമിൽ നമ്മളെ പപ്പിക്കുട്ടന്മാരപ്പാണ്. ഞങ്ങൾ ന്യൂ കമ്മറാണ് ലിയോ കേട്ടോ, ആ ബ്ലാക്ക് വണ്ണ്. കൃത്യം 12 മണിയായപ്പോൾ നമുക്ക് കൺകുളിർമയുള്ള കാഴ്ച തന്നെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടക്കം വാങ്ങേണ്ട ചിലവില്ല, പടക്കം പൊട്ടിക്കേണ്ട റിസ്ക് ഇല്ല, എന്നാൽ നല്ല അടിപൊളി കാഴ്ച നമുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ 12 മണിയായിട്ടുള്ള ഒരു സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, സൂപ്പറല്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 12:10 ആയിട്ടുണ്ടാവും ഞങ്ങൾ ഈ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മമ്മിയൊക്കെ ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മിയൊക്കെ എണീച്ച് വന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. മമ്മി മക്കളാണ് കേക്ക് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാനും സൂചി അതാണ് ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അതിനൊരു കുറച്ച് പീസ് എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ കുറച്ച് മക്കളുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കും കുറച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.